ഉപദേശ നിർദ്ദേശങ്ങൾ ശ്രീമതി ഷീല തോമസ്, ശ്രീമതി ഷേഡി. ലൈറ്റ്സ് സനോജ് ആൻഡ് രാഹുൽ. രംഗത്ത് ശ്രീ CA ഫ്രാൻസിസ്, ശ്രീ പ്രജു KB, ശ്രീ ജോസഫ് ഷാരൻ, ശ്രീമതി രാജശ്രീ സന്തോഷ്, ശ്രീമതി മഞ്ജു സുധീർ, ശ്രീമതി ധന്യ സിജി, ശ്രീമതി മാനവി ജയസൂര്യ, ശ്രീമതി തെരേസ ചാക്കോച്ചൻ, കുമാരി സുസ്മി VS, ശ്രീമതി സോവറിൻ സുനിൽ, ശ്രീമതി ക്രിസ്തുമസ് ഇങ്ങോട്ട് എത്തിയിട്ട് നീ ഇങ്ങനെ കിടന്നുറങ്ങുകയാണോ? എഴുന്നേൽക്കടി, എഴുന്നേൽക്കടി പൊന്നെ. പുൽക്കൂട്ടി വാഴുന്ന പൊന്നുണ്ണി നിൻ തൃപ്പാദം കുമ്പിട്ടു കേൾക്കുന്നു ഞാൻ. പുൽക്കൂട്ടി വാഴുന്ന പൊന്നുണ്ണി നിൻ തൃപ്പാദം കുമ്പിട്ടു കേൾക്കുന്നു ഞാൻ. നീ പാട്ടും ഡാൻസും ഒന്നും കാണുന്നില്ലേ? വന്നേ മതിയേ. ഞാൻ അടുത്തില്ലായിരുന്നതിന് സങ്കടമാണോ? കരയണ്ടാട്ടോ, പിള്ളേരൊക്കെ വരും. അവരൊക്കെ ഓരോ ജോലിയിലല്ലേ. നീ ക്ഷമി. ഞാനിവിടെ തന്നെയൊക്കെയുണ്ട്. നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാം? വാ, ഹാപ്പി ക്രിസ്മസ് പറയണ്ടേ? കരോൾ സംഘങ്ങളൊക്കെ വരുന്നുണ്ട്. വാ വാ മറിയേ. ഹാപ്പി ക്രിസ്തുമസ്, ഹാപ്പി ക്രിസ്തുമസ്, ഹാപ്പി ക്രിസ്തുമസ്, ഹാപ്പി ക്രിസ്തുമസ്. എവിടെ എവിടെ? ഓ എന്റെ കർത്താവേ, സ്വപ്നമായിരുന്നോ? ഓ, അല്ലേലും വയസ്സാം കാലത്ത് കെട്ടിയോനും പോയി മക്കളുള്ളതെല്ലാം അന്യനാട്ടിലും കിടന്ന ക്രിസ്തുമസ് ഒക്കെ സ്വപ്നത്തിലല്ലേ കാണും. ത്രേസ്യേ, എടി ത്രേസ്യേ. ഓ, എന്നെ നോക്കാൻ മക്കളെന്റെ തലയിൽ നാട്ടിയ കുരിശ. ഹോം നേഴ്സ് ത്രേസ്യ ഒരു വക പണിയും ചെയ്യൂല. ത്രേസ്യേ, എവിടെ പോയി കിടക്കുന്നില്ല? പറ്റിച്ച
പീശാജ് വരുന്നതായിട്ടാ തോന്നിയത്. പേടിച്ച് പണ്ടാരാണെങ്കിൽ അല്ലേലും നിങ്ങൾ പണക്കാർ അങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ വെറും ഹോം നേഴ്സുമാർ, കാശുള്ള വീടുകളിൽ തളയ്ക്കപ്പെട്ട വെറും അടിമകൾ. ചിലത്തടി അവളുടെ ഒരു പുണ്യജന്മ. ആ, അമേരിക്കയിൽ നിന്ന് സണ്ണി വിളിച്ചായിരുന്നോടി? കാനഡയിൽ നിന്ന് മോനച്ചനോ? വിളിച്ചു. ലണ്ടനിൽ നിന്ന് കുഞ്ഞുമോളും കൂടെ വിളിച്ച ഓറം തികഞ്ഞു. ക്രിസ്തുമസ് കണക്ക് ടാലിയാകും. അതെ മാഡം, ഈ മക്കളോടൊക്കെ പകല് വിളിക്കാൻ പറഞ്ഞേക്കണം കേട്ടോ. ഈ നട്ട പാതിരിക്കും പുലർച്ചയ്ക്കും വിളിച്ച് ബാക്കിയുള്ളവരുടെ ഉറക്കം കളയരുത്. 5000 രൂപ ശമ്പളം ഒരു ചെറിയ മീനല്ല. ഇവിടെയുള്ള നത്തോലിയും അത്ര വെടിപ്പല്ല. എന്തോ ബീഫ് ഉലർത്തിയായിരുന്നോടി? ഉലത്താവേ, ഒരു ദിവസം എല്ലാം കൂടി ചേർത്ത് ഞാൻ അങ്ങ് ഉലത്തും. സ്വർഗത്തിലെ മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ ഇനി കുടിക്കാമല്ലോ. ത്രേസ്യേ, എടി ത്രേസ്യേ, ത്രേസ്യേ, എടി ഹോം നേഴ്സ് ത്രേസ്യേ. ആരാത്? മത്തായിയാണോടാ? അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? പിഴ, വലിയ പിഴ. മത്താണ്, മത്തായി ഇത്തിരി മത്താണ്. കണ്ണം കൊണ്ടാ, സങ്കടം കൊണ്ടാ. എന്തിനാണ് ഇത്ര സങ്കടം? ക്രിസ്തുമസ് ആയിട്ട് വല്ല കാശ് ചോദിക്കാനാണെങ്കിൽ കൂടുതൽ സങ്കടപ്പെടേണ്ടി വരും. അതല്ല, എനിക്ക് 3 പിള്ളേരാണെന്ന് അറിയത്തില്ലയോ? മൂത്തത് ചെറുക്കനാ, കുഴപ്പമില്ല. ബാക്കി 2 അമ്മയെ കാണണം, അമ്മയെ കാണണം എന്നും പറഞ്ഞ് ദിവസവും കരച്ചിലാണെന്നേ. സങ്കടം സഹിക്കാൻ പറ്റാണ്ട ഞാൻ അവരെ കൊണ്ടിങ്ങോട്ട് പോകുന്നത്. അയ്യോ പാവം. അല്ലേലും കൊച്ചു കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് ജോലി ഉണ്ടായാലുള്ള പ്രശ്നമിതാ. അമ്മയെ കാണാതെ പിള്ളേര് സങ്കടപ്പെടും, വളർച്ച മുരടിക്കും. മുരടിച്ചു, ശോഷിച്ചു, കരഞ്ഞ് കലഞ്ഞ് മുരടിച്ചു. കേറി മക്കളെ, വല്യമ്മച്ചി നിങ്ങളെ ഒക്കെ ഒന്ന് കണ്ടോട്ടെ. നിക്ക് നിക്ക്, മിഠായി വല്ലതും ഉണ്ടോന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് കേറി പോരെ. ഇതാരാ? മത്തായിയേ, ഇതാണോ നിന്റെ കുഞ്ഞുമക്കൾ? വല്യമ്മച്ചിക്ക് ഇന്നാള് പള്ളിയിൽ പാടിയ പാട്ടൊന്ന് പാടിക്കൊടുത്ത്. വലിയ കലാകാരികളാ മക്കള്, സമ്മാനൊക്കെ കിട്ടിയിട്ടുണ്ട്. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലിവിൻ പൂക്കൾ ചൂടിയാടുന്നിലാവേ. മതി 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 മതി, ഇനിയും ഇറങ്ങാനുള്ള ശേഷിയില്ല. മത്തായിയേ, ഇവർക്ക് കല്യാണമൊന്നും ആയില്ലേടാ? കഴിഞ്ഞ ആഴ്ച ഓരോരുത്തർ വന്നതാ, ഇവർക്ക് പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച സ്കൂട്ടർ വന്നെന്നാ? അതെന്താ, മനുഷ്യരാരും പറ്റത്തില്ലേ? കൂട്ടറല്ല, കൂട്ടിന്റെ അതല്ല, കഴിഞ്ഞ ആഴ്ച വന്ന ടീം അത്ര കൊള്ളില്ലായിരുന്നു. ഇപ്രാവശ്യം നല്ല ടീമാണെന്നാ ബ്രോക്കർ പറഞ്ഞിരിക്കുന്നത്, അല്ലേ ചാച്ചാ? ചെന്നൈ സൂപ്പർ കിങ്സും നല്ല ടീമാ, അതും നോക്കുന്നുണ്ട്. അമ്മച്ചി, ഈ വീട്ടിൽ കഴിഞ്ഞ മാസം കള്ളം കയറിയെന്ന് അമ്മ പറഞ്ഞല്ലോ. 1 ലക്ഷം രൂപ വിലയുള്ള പട്ടിയൊക്കെ ഉള്ളതല്ലേ ഇവിടെ? എന്നിട്ടും കള്ളം വന്നോ? ഉവ്വ, ആ പട്ടിയെ അടിച്ചോണ്ടാ കള്ളം പോയത്. ആ, നിങ്ങളിരിക്കും, ഞാനിപ്പോ വരാം. എടുത്ത് രസിയേ, നിന്നെ ആരാണ്ടൊക്കെ വന്നിരിക്കുന്നു.
രണ്ടും ബംഗാളികളുടേതാണ്. പിള്ളേരുടെ അച്ഛൻ അത് മതി. പിള്ളേരുടെ അച്ഛൻ പെൺപിള്ളേര് രണ്ടും പുര നിറഞ്ഞ് പുകക്കുഴല് വഴി പുറത്തേക്ക് എത്താറായി. നല്ല വിചാരമുണ്ടോ? കർത്താവേ, ഈ ദുരിത കുരിശിനെയാണല്ലോ നീ എനിക്ക് ചാർത്തി തന്നത്. കുരിശോ? ഞാനോ? കല്യാണത്തിന് മുമ്പ് ഈ നാട്ടുകാരെന്നെ അഭിഷേകം വെച്ചോ അറിയാമോ? പിന്നെ എന്റെ അഭിഷേക് ബച്ച, നിങ്ങളപ്പൻ അമിതാഭ് ബച്ചന്റെ കൃമി കടി കാരണമാണ് ഈ ഐശ്വര്യരായിയെയും കുട്ടി 500 രൂപ വാടക വീട്ടിൽ കഴിയേണ്ടി വന്നതെന്ന് നിങ്ങൾ ഓർത്തേക്കണം. അതെ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി ഇവിടെ കിടന്ന് വെള്ളം വെച്ച ഷൂട്ട് ചെയ്ത് വൈറലാക്കും ഞാൻ. പറഞ്ഞില്ല എന്ന് വേണ്ട. ഹലോ, അതെ, ആ എത്തിയോ? ഓ ശരി ശരി. ആ അതിപ്പോ ആ ശരി, വന്നോളൂ. ആ വന്നോളൂ. എന്നതാടി, ലാൻഡ് ഫോണിന് വെറുതെ ഇടത്തില്ലേ? അതല്ല മനുഷ്യ, അതല്ലെന്നേ. നമ്മുടെ മോളെ പെണ്ണ് കാണാൻ ആ ബ്രോക്കർ ഒരു പയ്യനെ പറഞ്ഞിരുന്നു. നമ്മുടെ വീട് കണ്ട് കാര്യം മുടങ്ങണ്ടെന്ന് കരുതി ഞാൻ ഇതാണ് നമ്മുടെ വീടെന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ട്? അയ്യോ, അപ്പൊ വല്യമ്മച്ചി അറിഞ്ഞ പ്രശ്നമാവില്ലേ? ആ തള്ളക്ക് ഞാൻ ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഉണരുമ്പോഴേക്കും കാര്യം തീർക്കണം. അതിനാ ഞാൻ പിള്ളേരെയും കൂട്ടി വരാൻ പറഞ്ഞത്. മനസ്സിലായോ? ഓ, വെരി ക്ലവർ ലേഡി. അപ്പൊ ഇപ്പൊ ഞാനാണ് ഈ വീടിന്റെ ഓണം. മക്കളെ വേഗം ചെയ്യും. അപ്പന്റെ വീട്ടിൽ കയറി ഇഷ്ടമുള്ളതൊക്കെ തിന്നെ കുടിക്കുകയും ചെയ്യും. വെള്ളത്തിൽ മറ്റായിന്റെ വീട്ടല്ലേ? അല്ലാതെ തോന്നാൻ വേറെ ബോർഡൊന്നും അവിടെ ഇല്ലല്ലോ. ആരണ്ട? ഞങ്ങളെ പെണ്ണ് കാണാൻ നമ്മുടെ ബ്രോക്കർ ഔദ പറഞ്ഞിട്ട്. ഞങ്ങള് വലിയ തറവാട്ടുകാരാണ്. ചെറുക്കന് ജോലി എവിടെയാന്ന് പറഞ്ഞില്ല. സർക്കാരില. എവിടത്തെ സർക്കാരില? ആഫ്രിക്കയില് സർക്കാർ. കളിയാക്കൊന്നും വേണ്ട, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലാ. അതൊക്കെ അറിയാവോ? നോ, നെവർ. വാക്കിന്റെ വ്യവസ്ഥയില്ലാത്തവരെ ഞാൻ എന്റെ മോളെ കൊടുക്കില്ല. എനിക്ക് ഇത് മതി. നിന്നെ കാണാനല്ല, ഇന്നെയാ. മാറിക്കണ്ട്. ഞങ്ങള് നല്ല മാച്ചാ. പാലപ്പത്തിൽ ബീഫ് ഫ്രൈ പരിപാടിച്ച് പോലുണ്ട്. പഴയ പോലെയല്ല. ഇപ്പൊ ഞങ്ങള് പ്രവചിക്കുന്നതൊക്കെ ഇടയ്ക്ക് ഫലിക്കാറൊക്കെ ഉണ്ട്. എന്നെങ്കിലും നിങ്ങൾ കാലാവസ്ഥ പ്രവചിച്ചത് നേരെയായിട്ടുണ്ടാ? അങ്കിൾ, എനിക്കൊരു അനിയത്തിയില്ല, ഒരു അനിയനുമില്ല, സഹോദരികൾ ആരുമില്ല. എന്റെ കുഞ്ഞ്, നിന്റെ അമ്മ പ്രസവം നിർത്തിയത് അതല്ല അങ്കിൾ, എന്റെ എല്ലാ സ്വത്തുക്കൾക്കും അങ്കിളിന്റെ മകളായിരിക്കും ഉടമയെന്ന് പറയായിരുന്നു. മുഴുവനും അവൾക്കല്ല. പിന്നെ കാർന്നോനെ, സ്വത്തും പണവും കണ്ടിട്ടല്ല ഞങ്ങള് പെണ്ണന്വേഷിച്ചു വന്നത്. ഇങ്ങോട്ട് വന്നേ. നീ എന്തിനാ ഇതൊക്കെ ഇവിടെ പറഞ്ഞത്? പകുതി സ്വത്ത് എന്റെ പേരിലാന്ന് അറിയില്ലേ? മാമ, be quiet. Mama, please come. തള്ളേ, എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ. എനിക്കിഷ്ടായി. നിനക്കല്ല, എനിക്ക് ഇഷ്ടായി. എന്നാ വായോ, വല്ലതും
കഴിക്കും കുടിക്കുകയൊക്കെ ചെയ്യാം. ഹലോ, ഗുണ്ടാ സാറല്ലേ? ഗുണ്ടാ സാർ ഗുണ്ടയല്ല, ഗുണ്ട. ഉടൻ വരണം. ഇന്ന് നടന്നാലേ കാര്യം നടക്കും. കിളയ്ക്ക് ഗുളിയെ കൊടുത്ത് മയക്കിയിരിക്കുക. വേഗം വാ. പേടിപ്പിച്ചാ മതി. ഞെട്ടി അറ്റാക്ക് വരണം. ക്രിസ്മസിന് മുമ്പ് ചടങ്ങൊക്കെ തീർത്താൽ ഇവരുടെ പിള്ളേരെ മടങ്ങിക്കോളൂ. മോളുടെ കല്യാണം ആവശ്യമാണ്. ഏത്? അതൊക്കെ നിങ്ങളുടെ കാര്യം. കാശ് കറക്റ്റ് ആയിക്കോട്ടെ. ചോര കണ്ട ഉറപ്പ് തീർന്നവനാണ് ഈ ഉൽഹു. എന്തോന്ന്? ഉൽഹന്നാൻ എന്നാണ് ഒരു കനത്തിന് ഉൽഹു എന്നാക്കിയതാ. ഉൽഹന്നാൻ ഗുണ്ട. ഒരെടുപ്പില്ലേ ഉൽഹു. അത് മതി. അല്ല, ആയുധമൊന്നുമില്ലേ? അത് പേടിച്ച് കളക്കണ്ടേ? ഇല്ലെന്നോ? എന്താ കാണണോ? കുഴപ്പമെന്തേലും? എൻസൈക്ലോപീഡിയയിൽ കത്തി കയറിയപ്പോഴാണോടാ ഇന്നായി ചോദ്യം. എനിക്ക് നിൽക്കാൻ സമയമില്ല. വേറെയും അസൈൻമെന്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അതൊക്കെ താനിതെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നേ? മുട്ടാതെ നടക്ക്. തള്ളയെങ്ങാനും കണ്ടാൽ പിന്നെ വെളിച്ചത്തന്നെ നമ്മളെ കാണില്ല. പിന്നെ ഇരുട്ടത്ത് മുട്ടാതെ നടക്ക്. ഞാൻ ആദ്യം കയറാം. ഓ, എവിടെ പോയാലും എനിക്ക് ഇത് തന്നെയാണല്ലോ വിധി. ഇവിടെയും ഞാൻ അവസാനം. അടുക്കരുത്, തൊള്ള അടുത്തേക്ക് വരരുത്. സീനിയർ സിറ്റിസന്റെ കയ്യിൽ നിന്ന് ചത്തുന്ന ചീത്ത പേര് ഉണ്ടാക്കരുത്. ഞാൻ കുത്തും. വീണ്ടും ചോര. തല്ലരുത് അമ്മച്ചി, തല്ലരുത്. കൊച്ചിന്റെ കല്യാണം നടത്താൻ മാർഗമില്ലാതെ ചെയ്തതാ. വീടില്ല, കാശില്ല, ഇപ്പൊ ജീവിതവും ഇല്ല. മത്തായി, അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് ബൈബിളിൽ പറഞ്ഞത് നീ കേട്ടിട്ടില്ലേ? പൂവേ, അതുപോലെ അന്യനെ കൊണ്ട് കണ്ടമാനം പണിയെടുപ്പിച്ച് കുറഞ്ഞ കൂലി കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടേ. അപ്പൊ ഓക്കെ, നമുക്ക് രണ്ടു കൂട്ടർക്കും തിരുത്താം. ക്രിസ്തുമസ് അല്ലേ? നീയും കുടുംബവും എന്നെ ആത്മാർത്ഥമായി സേവിക്കുമ്പോ ഞാൻ നിന്നോട് പിശുക്കിയ ദൈവം ഓർക്കുകയല്ല. ത്രേസ്യക്ക് ശമ്പളം ഇനി മുതൽ ഡബിൾ. നിക്കവിടെ. അപ്പൊ എന്റെ കാശ് കത്തിതാഴിടണം. നിനക്കും വരും കാശ്. പണിയെടുക്ക്. അതോ തല്ല വേണോ? പേടിപ്പിച്ചാ മതി, ഞാൻ നന്നായിക്കോളും. ഇനി ഈ കത്തി ഇവിടെ ഇരിക്കട്ടെ. ഗുണ്ട
എന്താ സാറേ? എനിക്ക് സാറേ. അയ്യോ, ഞാനേ ഈ കത്യങ്ങടെ ഒഴിവാക്കിയാലോ എന്ന് ആലോചിക്ക. എവിടെ ചെന്നാലും മുറിയാനാണ് വിധി. ഇനി പോക്കാക്കാം. കത്തിയായാൽ എന്തെങ്കിലും ഒക്കെ ബാക്കിയുണ്ടാവും. തോക്കായാൽ അയ്യോ എന്നാ ആശുപത്രി പോവാ. അയ്യോ അമ്മച്ചിയേ. ഹലോ, മോനച്ചനാണോടാ? പിന്നെ ഇതുപോലെ പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കളുടെ കോളുകൾ ഒരുപാട് അപ്പനമ്മമാർക്ക് സുഖം തരുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിലെ ടെലിഫോൺ കോളുകൾക്ക് നന്ദി. ഹേ, സങ്കടമോ? അമ്മച്ചി ഹാപ്പിയാണടാ, ഹാപ്പി. എനിക്ക് മെറി ക്രിസ്മസ് മക്കളെ, ഹാപ്പി ക്രിസ്മസ്.